നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി രക്ഷിതാക്കൾ കുടുംബസമേതം ഈ വക വികൃതികൾക്കോ മറ്റോ കാരണമാക്കാത്ത വിധം യാത്ര പുറപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാർക്കോ മറ്റോ നേടിയെടുക്കാനാണെങ്കിൽ അതിന് വേറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് വർദ്ധിച്ചു വരികയാണ്. ഒരു സ്കൂളിൽ നിന്നൊരു പഞ്ചായത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകളെ വിവിധ തരം കൂട്ടുകാരെയല്ലേ കിട്ടുന്നത്. അന്ന് വരെ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ച് ഹലാലായ നിലക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നടന്ന ചെറുപ്പക്കാരി ഒരു 3 ദിവസത്തെ കൂട്ടുകെട്ടിനുള്ളിൽ മദ്യം നുണയുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. സംഗതി പിന്നീട് പുറത്തറിയുന്നത് എപ്പോഴാണെന്നറിയോ? 10 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട്. അതോടുകൂടെ ജീവിതം തകർന്നുപോയി. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. വിശദമായി രക്ഷിതാവ് അന്വേഷണം നടത്തിയപ്പോ 8 വർഷം മുമ്പ് നടത്തിയൊരു പഠനയാത്രയിൽ തന്റെ കൂടെയുള്ള കൂട്ടുകാരി കൈമാറിയത് ഒഴിവ് കിട്ടുന്ന ഒരു നേരത്തൊരു പാറയിൽ നിന്ന് പതുക്കെ ഇരുന്നിട്ടൊന്ന് വലിച്ചൂതിയപ്പോ ഒരു ചെറിയ ആനന്ദം കണ്ടപ്പോ അതിൽ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം വലിയ വിപത്താണെന്നറിയുമോ? രാത്രിയും പകലുമൊക്കെ എത്രയാ ഈ രൂപത്തിലുള്ള ആളുകൾ പിടിക്കപ്പെടുന്നത്, എത്രയാ അപകടങ്ങൾ നടക്കുന്നത്, എത്രമാത്രമാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്, നിയന്ത്രണം ഇല്ലാതെ എത്രയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ഉപ്പമാരോട് ഉമ്മമാരോട് വളരെ ജാഗ്രതയിൽ വളരെയധികം ശ്രദ്ധിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് പേരിട്ട് വിളിച്ചിരിക്കുന്ന പേര് തന്നെ ഉമ്മുൽ ഖബായിസ് എന്നാണ്. ഖംറിന് നബി തങ്ങൾ പേരിട്ടത് ഉമ്മുൽ ഖബായിസ് എന്നാണ്. എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ് അതിന്റെ പേര്. ഇജ്തനിബൂ ഉമ്മുൽ ഖബായിസ്. അത് നുണഞ്ഞ് അതിന് അഡിക്റ്റായോ വേശ്യാവൃത്തി ആളിൽ പെട്ടെന്ന് വരും. തസ്കര സ്വഭാവം വരും, അക്രമ സ്വഭാവം വരും, വഞ്ചനയുടെ വിവിധ രൂപഭാവങ്ങൾ വരും. സ്വന്തക്കാരെയും കുടുംബക്കാരെയും വഞ്ചിക്കുന്നത് എളുപ്പത്തിൽ വരും. അങ്ങനെ തുടങ്ങിയുള്ള നീചവൃത്തികൾ ഏതെല്ലാം ഉണ്ടോ മുഴുവനും ശരീരത്തിൽ അള്ളിപ്പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇജ്തനിബുൽ ഖംറ ഇജ്തനിബൂ ഉമ്മൽ ഖബായിദി. എല്ലാ വൃത്തികളുടെയും മാതാവായ ഖംറിനെ വർജിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം